നമസ്കാരം. അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനിയായ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ സേവനങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ്. അടുത്തിടെ കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ ലൈസൻസ് സ്റ്റാർലിങ്കിന് ലഭിക്കുകയുണ്ടായി. ഇതോടെ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ കമ്പനിയുടെ ഇന്റർനെറ്റ് സേവനം രാജ്യത്ത് ആരംഭിക്കുമെന്നാണ് സൂചന. അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ് സ്റ്റാർലിങ്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്നതിനാൽ തന്നെ രാജ്യത്തെ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾ ഏറെ ആകാംക്ഷയോടെയാണ് സ്റ്റാർലിങ്കിന്റെ കടന്നുവരവിനെ ഉറ്റുനോക്കുന്നത്. സെക്കൻഡിൽ 600 മുതൽ 700 Gbps വേഗത സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സേവനത്തിനുണ്ടാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പരമ്പരാഗത ഫൈബർ മൊബൈൽ അധിഷ്ഠിത നെറ്റ്വർക്കുകൾ പരിമിതമായി മാത്രം ലഭിക്കുന്നതോ അല്ലെങ്കിൽ ഒട്ടും ലഭിക്കാത്തതോ ആയ ഗ്രാമപ്രദേശങ്ങളിലും വിദൂരയിടങ്ങളിലും സ്റ്റാർലിങ്കിന്റെ ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളിലൂടെ ഇന്റർനെറ്റ് സേവനം നിഷ്പ്രയാസം ലഭ്യമാക്കാനാകും. നിലവിൽ ഈ കമ്പനി 100-ൽ പരം രാജ്യങ്ങളിൽ റെസിഡൻഷ്യൽ റോമിംഗ് പ്ലാനുകൾ നൽകി വരുന്നുണ്ട്. ഉപഭോക്തൃ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും സ്റ്റാർലിങ്ക് റെസിഡൻഷ്യൽ പ്ലാൻ 2 തരത്തിലാണ് ലഭ്യമാക്കുന്നത്. അതിലൊന്ന് കുറഞ്ഞ ഉപയോഗമുള്ള ചെറിയ കുടുംബങ്ങൾക്ക് എടുക്കാവുന്ന റെസിഡൻഷ്യൽ ലൈറ്റ് പ്ലാൻ ആണ്. മറ്റൊന്ന് വിപുലമായ ഇന്റർനെറ്റ് ഉപയോഗമുള്ള വലിയ കുടുംബങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ പ്ലാൻ ആണ്. സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം വിവിധ രാജ്യങ്ങളിൽ പല വിധങ്ങളിലാണ് നൽകി വരുന്നത്. ഈ കമ്പനിയുടെ ഇന്റർനെറ്റ് സേവനങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കിയിട്ടുള്ള രാജ്യം സാംബിയയിലാണ്. അതേസമയം US-ലാണ് ഏറ്റവും ചെലവേറിയ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നത്. ഏഷ്യയിൽ മംഗോളിയ, ജപ്പാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, ജോർദാൻ, യമൻ, അസർബൈജാൻ എന്നിവിടങ്ങളിലാണ് സ്റ്റാർലിങ്ക് സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു വരുന്നത്. കൂടാതെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാനിലും ബംഗ്ലാദേശിലും സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കി വരുന്നുണ്ട്. ഭൂട്ടാനിൽ റെസിഡൻഷ്യൽ ലൈറ്റ് പ്ലാനിന് ഏകദേശം 3000 രൂപയും സ്റ്റാൻഡേർഡ് റെസിഡൻഷ്യൽ പ്ലാനിന് ഏകദേശം 4200 രൂപയുമാണ് ഈടാക്കുന്നത്. അതേസമയം ബംഗ്ലാദേശിൽ റെസിഡൻഷ്യൽ ലൈറ്റ് പ്ലാനിന് ഏകദേശം 3000 രൂപയും റെസിഡൻഷ്യൽ പ്ലാനിന് 4000 രൂപയും ഈടാക്കുന്നു. മലേഷ്യയിൽ ഏകദേശം 2600 രൂപയ്ക്ക് റെസിഡൻഷ്യൽ ലൈറ്റ് പ്ലാൻ ലഭ്യമാക്കുമ്പോൾ 4600 രൂപയോളമാണ് റെസിഡൻഷ്യൽ പ്ലാനിനായി ഈടാക്കുന്നത്. ഫ്രാൻസിൽ റെസിഡൻഷ്യൽ ലൈറ്റ് പ്ലാനിന് 2800 രൂപയും റെസിഡൻഷ്യൽ പ്ലാനിന് ഏകദേശം 4000 രൂപയുമാണ് ചിലവ് വരുന്നത്. ഇന്ത്യയിൽ പരിധിയില്ലാത്ത ഡാറ്റയ്ക്കായി സ്റ്റാർലിങ്ക് പ്രതിമാസം 3000 രൂപയും ഒറ്റത്തവണ ചിലവായി റിസീവർ കിറ്റിന് 33,000 രൂപയും ഈടാക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ വില നിർണയ മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് ഈ നിരക്കുകൾ കണക്കാക്കിയിരിക്കുന്നത്. അതേസമയം ഉപയോക്താക്കളെ ആകർഷിക്കുന്നതിനായി പ്രതിമാസം $10 താഴെ, അതായത് ഏകദേശം 850 രൂപയിൽ താഴെ വിലയുള്ള പ്രൊമോഷണൽ അൺലിമിറ്റഡ് ഡാറ്റ പ്ലാനുകളുമായാകും സ്റ്റാർലിങ്ക് അരങ്ങേറ്റം കുറിക്കുക എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഒരു സാറ്റലൈറ്റ് ഡിഷ്, വൈഫൈ, റൂട്ടർ എന്നിവയുൾപ്പെടുന്ന ഹാർഡ്വെയർ കിറ്റ് സ്റ്റാർലിങ്ക് ഉപയോക്താക്കൾക്കുണ്ടാവേണ്ടതായുണ്ട്. അതേസമയം ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഈടാക്കാനിടയുള്ള നിരക്കുകളെ സംബന്ധിച്ച വിവിധ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ടെങ്കിലും അന്തിമ വിലനിർണ്ണയ ഘടന സ്റ്റാർലിങ്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. രാജ്യത്ത് യൂടെൽസാറ്റ് OneWebനും ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിനും ശേഷം സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന 3ാമത്തെ കമ്പനിയാണ് സ്റ്റാർലിങ്ക്. ഇതുകൂടാതെ ആമസോൺ കൈപ്പർ ലൈസൻസിനുള്ള അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. അതുകൂടി വന്നു ചേരുന്നതോടെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി രാജ്യത്ത് 4 കമ്പനികൾ തമ്മിലുള്ള കടുത്ത മത്സരത്തിന് കളമൊരുങ്ങും. ഇന്ത്യയിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായി സ്റ്റാർലിങ്ക് രാജ്യത്തെ വൻകിട ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ എന്നീ കമ്പനികളുമായി ധാരണയായിട്ടുണ്ട്. ഈ കമ്പനികൾ നിലവിൽ സാധ്യമാക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും നിയമപരമായ നടപടികൾ ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.